ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം. ദേശീയ ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നുമില്ല. ഈ വിരോധാഭാസമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയാക്കുന്നത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കിയെന്ന MT വാസുദേവൻ നായരുടെ ഒരു വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് വീണ്ടും പ്രസക്തം. ബഡ്ജറ്റിലും പണിമുടക്കിലും നഷ്ടം കേരളത്തിന് മാത്രം. കേരളത്തിന് ദേശീയ ബഡ്ജറ്റിൽ ആമപരിപാലന കേന്ദ്രമാണ് കിട്ടിയത്, മറ്റൊന്നുമില്ല. എയിംസും അതിവേഗ റെയിലുമെല്ലാം മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിനിടെയാണ് രാജ്യതാൽപര്യം മുൻനിർത്തി എന്നോണം പ്രതിപക്ഷം പൊതുപണിമുടക്ക് നടത്തുന്നത്. കേരളത്തിൽ ഈ പണിമുടക്കിൽ പൂർണ്ണ സ്തംഭനാവസ്ഥയാണ്. എന്നാൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഈ സമരം മറ്റൊരു സംസ്ഥാനത്തെയും ബാധിക്കുന്നില്ല. അവിടെയെല്ലാം പതിവ് പോലെ. എന്നാൽ കേരളത്തിന് ശതകോടികളുടെ നഷ്ടമാണ്. വാഹന ഗതാഗതമടക്കം തടയപ്പെടുന്നു. അങ്ങനെ കോടികളുടെ നഷ്ടം. ബന്ദ് നിരോധിച്ച കേരളത്തിൽ പൊതുപണിമുടക്ക് മറ്റൊരു തരത്തിൽ ബന്ദാകുന്നു. രാജ്യതാൽപര്യം മുൻനിർത്തി എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം പൂർണ്ണ സ്തംഭനാവസ്ഥയുണ്ടാക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത് വിചിത്രമായ ഒരു വിരോധാഭാസം. ദേശീയ ബഡ്ജറ്റിൽ കേരളം ചോദിച്ച എയിംസും അതിവേഗ റെയിൽവേയുമെല്ലാം അയൽ സംസ്ഥാനങ്ങൾ കൊണ്ടുപോയപ്പോൾ മലയാളിക്ക് ആകെ കിട്ടിയത് തീരദേശത്തെ ആമപരിപാലന കേന്ദ്രം മാത്രമാണ്. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്നു എന്ന് പറയപ്പെടുന്ന പണിമുടക്ക് കേരളത്തിന്റെ അതിർത്തി കടന്നാൽ എവിടെയും കാണാനില്ല എന്നതാണ് വസ്തുത. അതായത് എല്ലാം കിട്ടുന്ന ആരും പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. അവിടെയും അവർക്ക് ധനനഷ്ടം സംഭവിക്കുന്നില്ല. എല്ലാം പതിവ് പോലെ. പക്ഷെ കേരളം സ്തംഭനത്തിലും. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് നേരെ പണ്ടേയുള്ള അവഗണന ഇത്തവണയും ആവർത്തിച്ചു. ശബരി റെയിൽവേ മുതൽ എയിംസ് വരെ നീണ്ട കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം പടിക്കൽ തള്ളി. മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു തുടങ്ങി 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തിന്റെ റെയിൽ സ്വപ്നങ്ങളെ കേന്ദ്രം കണ്ട ഭാവം നടിച്ചില്ല. പകരം ആമപരിപാലനം പോലുള്ള തുച്ഛമായ പദ്ധതികൾ നൽകി കേരളത്തെ പരിഹസിക്കുകയാണെന്ന വികാരം ശക്തമാണ്. ഇതിനിടെയാണ് വിവേചനത്തിനെതിരെ പ്രതിഷേധിക്കാനെന്നോണം പ്രഖ്യാപിക്കപ്പെട്ട പണിമുടക്ക് കേരളത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ആഘാതം. ശതകോടികളുടെ വ്യാപാര നഷ്ടമാണ് ഒരു ദിവസത്തെ പണിമുടക്കിലൂടെ കേരളത്തിനുണ്ടാകുന്നത്. റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ തടയുന്നതും കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നതും മൂലം സാധാരണക്കാരാണ് വലയുന്നത്. ഹൈക്കോടതി ബന്ദ് നിരോധിച്ച നാട്ടിൽ പണിമുടക്ക് എന്ന പേരിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് പഴയകാല ബന്ദ് തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. വിരോധാഭാസം എന്തെന്നാൽ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്നില്ല എന്നതാണ്. തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ കടകളോ ഗതാഗതമോ തടസ്സപ്പെട്ടിട്ടില്ല. ബിസിനസ് സ്ഥാപനങ്ങളും ഫാക്ടറികളും അവിടെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേരളം മാത്രം സ്വയം പട്ടിണിയിടന്ന് പണിമുടക്കുമ്പോൾ പദ്ധതികളും വികസനവും മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ബാക്കിയാകുന്നത്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുമ്പോൾ തന്നെ സ്വന്തം സംസ്ഥാനത്തെ മാത്രം ശ്വാസം മുട്ടിക്കുന്ന ഇത്തരം സമരമുറകൾ ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം പ്രസക്തമാണ്.